ഹായ് ഹലോ വെൽക്കം ടു G2 മീഡിയ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വിജയ് സിനിമ ഗോട്ട് സിനിമയുടെ 7 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും 7 ദിവസം കൊണ്ട് സിനിമ വൻ കുതിപ്പിലേക്കാണോ അതോ വൻ കിതപ്പിലേക്കാണോ പോകുന്നതെന്നൊക്കെ ഉള്ളതാണ് വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും തന്നെയും ഇതിൻ്റെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നോക്കുമ്പോൾ കേരളത്തിൽ വമ്പ ശോധന തന്നെയാണ് നടക്കുന്നത് കേട്ടോ. പക്ഷേ ചെന്നൈ സിറ്റിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് പകുതിക്കടുത്ത് മൊത്തം ഷോ എത്ര ഉണ്ടോ അതിൻ്റെ പകുതിക്കടുത്തുള്ള ഷോ ഇപ്പോഴും ഫാസ്റ്റ് ഫീഡിങ് കാണുന്നു. പ്രത്യേകിച്ച് 5 മണിക്ക് ശേഷമുള്ള വൈകുന്നേരത്തെയും രാത്രിയിലെയും ഷോ അത്യാവശ്യം മിക്കതും ഫാസ്റ്റ് ഫീഡിങ്ങിലേക്ക് തന്നെ ഇപ്പോഴും പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയും ദിവസം കഴിഞ്ഞു, 7ാമത്തെ ദിവസവും കഴിഞ്ഞ് 8ാമത്തെ ദിവസത്തിലേക്ക് ഇന്നെത്തി. എന്നിട്ടും ചെന്നൈ സിറ്റിയിൽ ഞെട്ടിക്കുന്ന തന്നെ പറയാം. അത് കണക്കാക്കുന്നത് ഇങ്ങനെ പോയാൽ ചെന്നൈ സിറ്റിയിൽ ചിലപ്പം ചെന്നൈ സിറ്റിയിൽ എന്നല്ല തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഒരു റെക്കോർഡിനുള്ള സാധ്യത ഇപ്പോഴും കാണുന്നുണ്ട്. അതായത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ ഇറങ്ങുന്ന സിനിമയായിട്ട് പോലും ഇത്രയധികം ജനങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും ചിലപ്പോൾ ഭാഗ്യം അല്ലെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ തിളങ്ങാനുള്ള സാധ്യത വിജയിക്കുണ്ടെന്നുള്ളതാണ് കാണുന്നത്. എന്തായാലും തന്നെ നമുക്ക് കർണാടക ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം നേടിയതാവട്ടെ ഇന്നലെ ബുധനാഴ്ച ദിവസമായിരുന്നു, വർക്കിംഗ് ഡേ ഒക്കെ ആയിട്ട് പോലും 70 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടിയെന്നാണ് അറിയുന്നത്. മൊത്തം 24.5 കോടി രൂപയാണ് 7 ദിവസം കൊണ്ട് തൂക്കിയത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നേടിയതാവട്ടെ 70 ലക്ഷം രൂപയാണ് ഇന്നലെ നേടിയത്. മൊത്തം 12 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് 7 ദിവസത്തെ കളക്ഷൻ. കേരളത്തിലാവട്ടെ കുറഞ്ഞ് 35-40 ലക്ഷത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നൊരു കാഴ്ചയാണ് ഒരു ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. മൊത്തം 12 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ എത്തിയിട്ടുണ്ട്. ഇന്ന് വൻ തോതിൽ ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ഒരു കളക്ഷൻ റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 20-25 ലക്ഷം രൂപ മാത്രമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം അജയൻ്റെ 2ാം മോഷണം, കിഷ്കന്ത ഖണ്ഡം, എന്തോ ഒരു ആഷഫലിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, അങ്ങനെ 2 സിനിമ വരുന്നത് കൊണ്ട് തന്നെ ഗോട്ട് സിനിമ വലിയൊരു പോസിറ്റീവോ കാര്യങ്ങളോ ഒന്നും കേരളത്തിൽ സൃഷ്ടിക്കാത്തതുകൊണ്ട് അതിൻ്റെ കാര്യം ഏകദേശം ഇന്നത്തോടുകൂടി തീരുമാനമാകാൻ സാധ്യതയുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഒരു 25-30 ലക്ഷം വന്നാൽ ഭാഗ്യം. എന്തായാലും കേരളത്തിൽ 12 കോടി മൊത്തത്തിൽ നേടി. മാക്സിമം പോയാൽ 15 കോടിയിലേക്ക് എത്തുമെന്ന് തന്നെ ഇപ്പം സംശയമാണ്. മുടക്കിയതാവട്ടെ 17 കോടി എന്താ. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ നേടിയത് 1.1 കോടി 10 ലക്ഷം രൂപയാണ്. മൊത്തം 15 കോടി 75 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് മൊത്തത്തിലുള്ള 7 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഇന്നലെ 7ാമത്തെ ദിവസമായിട്ടും ബുധനാഴ്ചയായിട്ടും വർക്കിംഗ് ഡേ ആയിട്ട് പോലും 10 കോടി രൂപ കളക്ഷൻ നേടിയെന്നാണ് അറിയുന്നത്. മൊത്തം 140 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോടുകൂടി ചിലപ്പം 150 കോടിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പോയാൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ചിലപ്പം ലിയോയ്ക്ക് ശേഷം ഒരു വിജയ് ചിത്രം കൂടെ 200 കോടി ക്ലബിലെത്തും. കാത്തിരിക്കാം അല്ലേ. ഇനി മൊത്തത്തിൽ ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയതാവട്ടെ 12 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നേടിയെന്നാണ് അറിയുന്നത്. മൊത്തം 203 കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 7 ദിവസം കൊണ്ട് തൂക്കിയത്. വിദേശ രാജ്യത്ത് നിന്നും ഇന്നലെ നേടിയതാവട്ടെ 1 കോടി 20 ലക്ഷം രൂപ. അങ്ങനെ മൊത്തത്തിൽ 128 കോടി രൂപയാണ് വിദേശ ഓവർസീസ് കളക്ഷൻ എന്ന് പറയുന്നത്. മൊത്തം ഇന്നലെ വേൾഡ് വൈഡായിട്ട് കളക്ഷൻ നേടിയതാവട്ടെ 13 കോടി 20 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നേടിയെന്നാണ് അറിയുന്നത്. മൊത്തം വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ 331 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇതിൻ്റെ ബഡ്ജറ്റായിട്ട് അവകാശപ്പെടുന്നത് 400 കോടിയാണ്. ആ 400 കോടിയെങ്കിലും ഈ സിനിമ നേടുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ട്, ചിലപ്പം 400 കോടിയെങ്കിലും നേടിയേക്കാം. പക്ഷേ എന്ത് പരാജയം അല്ലേ. തിയേറ്ററിൽ ഇത്രയധികം വമ്പം പരാജയം നേരിടുന്ന ഒരു വിജയ് ചിത്രം ഈ അടുത്തിടയ്ക്ക് എങ്ങും ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഓക്കെ, ചിലരൊക്കെ വന്നിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് പ്രോഫിറ്റ്, സാറ്റലൈറ്റ്, OTT, അത് ഇത്. എൻ്റെ പൊന്നടാവേ, അതൊക്കെ ശരിയാണ്. പക്ഷേ തിയേറ്ററിൽ നിന്നും കളക്ഷനായിട്ട് നേടിയിട്ട് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ശരിയാണ്, പ്രോഫിറ്റിലേക്ക് വരാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. OTT, സാറ്റലൈറ്റും എല്ലാം കൂടെ എങ്ങനായാലും ഇതിൻ്റെ ബഡ്ജറ്റ് തന്നെ കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തിയേറ്റർ റൈസും എല്ലാം കൂടെ നോക്കുമ്പോൾ 450 കോടിക്ക് അടുത്ത് എന്തായാലും കിട്ടും. അത് ഫുള്ള് ഒരു 300-350 കോടി പ്രൊഡ്യൂസറുടെ കയ്യിൽ വരുന്നതാണ്. പക്ഷേ ഞാൻ അതല്ല പറയുന്നത്. തിയേറ്റർ കളക്ഷനിൽ ഒരു കാരണവശാലും ഈ സിനിമ വിജയിക്കാൻ പോകുന്നില്ല. കൂടിപ്പോയാൽ ഒരു 150-200 കോടി റേഞ്ചിലുള്ള തിയേറ്റർ പ്രോഫിറ്റ് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അതായത് ബഡ്ജറ്റിൻ്റെ പകുതി പോലും പ്രൊഡ്യൂസറുടെ കയ്യിൽ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ